പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ അപ്പൊ ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയതല്ല, ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോയില്ല. ഇവന്റെ ഫാൻസ് വന്ന് ഇന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ആടുംകുട്ടികൾ പോവുക. ഇവിടെ കണ്ടുപോയി, ഈ ഭാഗത്ത് കണ്ടുപോയത് സ്കിപ്പ് അടിച്ച് പോകണം. കൊടുങ്ങല്ലൊരു ഭരണി ഞാൻ പറയും, എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചിട്ട്. നമുക്ക് ഈ പുണ്ടച്ചിമോൻ ഇന്ന് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. എന്താ ചെയ്യാ, എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ പുണ്ണേ. നിനക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എടാ അപരാധി പുണ്ടച്ചി മോനെ, നീ സായോപ്പി ആവാൻ നോക്കിയാലേ സായോപ്പിന്റെ കൊട്ടപ്പറയേ ആവുള്ളൂ. അത് മനസ്സിലാക്കണം. നീ ആളറിഞ്ഞ് കളിക്കണം. നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ പോയി. നിന്റെ തലയില് തീട്ടാണോ നാറി? സത്യം പറഞ്ഞാല് എന്താ ഞമ്മളെന്താ വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇത് നമ്മുടെ സീരിയസ് കോൺവെർസേഷൻ ആണോ അല്ലെ കോമഡി ആണോ? സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. പുണ്ടച്ചി ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊടിക്കുന്ന നായെ. ആരുടെ നിന്റെ വിചാരം? നിന്നെ ഞാൻ പേടിക്കുന്ന നീ ഓലത്തും ഫാൻസ് പുണ്ടച്ചികള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിക്കും. നീ ഊമ്പും ആയി. പിന്നെ നീ പറ്റുന്ന പണിക്കിപ്പോ. പിന്നെ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഇവന്റെ ഫാൻസിന് സംസ്കാരമാണ്. ഇവൻ തന്നെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് അയക്കാൻ. നാണണ്ട നാറി. നിന്റെ ഫാൻസിന് തീരെയും ഞങ്ങളുടെ ഡിസ്കോഡിൽ കൊണ്ടിടുന്നത് PR വർക്കായിട്ട് 10-15 വയസ്സുള്ള പിള്ളേരായിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. അവിടെ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ളങ്ങ അടിച്ചു കുടിക്കും. നിന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി ഇറങ്ങുന്ന എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിൽക്കണ്ട. നിന്റെ ചപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഡയലോഗ് ആണല്ലോ കേട്ടോ. 10ാം ക്ലാസ്സിലെ ഫൈറ്റ് സൂപ്പർ എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട് മര്യാദ തെറി പറയാൻ അറിയാത്തോണ്ടല്ലോ കേട്ടോ. നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള്. ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് ഇന്ത്യ ഒന്നും ഔദാര്യത്തിലല്ല ഞാൻ വന്നത്. കേൾക്കുന്നുണ്ടോ നീ? ഡ്രീമർ OP കേരളത്തിന്റെ ബ്രാൻഡാ. പിന്നെ പുണ്ടച്ചി മോനെ ഭരണിപ്പാട്ട് എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ല. സായി പോപ്പി അല്ല, ഏത് മറ്റവും വന്നാലും എനിക്ക് പറയാൻ അറിയാം. നമ്മളും കുറെ തെറി പറയാൻ അറിയാത്ത കുറെ ക്ഷമിക്കുന്നുണ്ട് നാറി. നിന്നെ പോലുള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കത് 2 ഉണ്ടോ വലിയ ഗെയിമറാണ് യൂട്യൂബറാണ് വിചാരിച്ച് ഇന്റെ നെഞ്ചിട്ട് കയറി നിൽക്കരുത്. അപരാധി മോനെ ഓടാ അവിടുന്ന്. ഇനി എന്നെ കൊണ്ട് ഇന്നെ ഞാൻ വരപ്പിച്ചു കേട്ടോ. ഫാൻസ് പുണ്ടച്ചികളെ ഞാൻ പറയുന്നത് അവർക്ക് തന്തയില്ലായ്മത്തരം കാണിക്കും. പ്ലീസ്